കേരളത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും യുവജനങ്ങളും രക്ഷകർത്താക്കളും സാമൂഹ്യ സംഘടനകളും പോലീസിനെ കൂടാതെ ഇതര പ്രിയപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, പ്രിയങ്കരായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പാവങ്ങളുടെ വാഹനമായ ഓട്ടോറിക്ഷ ഓടിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കാനായി ഇവിടെ വന്നിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാർ അത്യാവശ്യമായി യാത്ര ചെയ്യേണ്ടി വന്നാൽ അവർ വിളിക്കുന്നത് ഓട്ടോറിക്ഷയാണ്. ഞാൻ ധാരാളം ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ട്. സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും. ഒരിക്കൽ ഞാൻ ഓട്ടോറിക്ഷ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ബുക്ക്, 3-4 ബുക്കുകൾ എൻ്റെ ഉണ്ടായിരുന്നു, ചെറിയ കെട്ടായിട്ട്. ആ ബുക്ക് ഓട്ടോറിക്ഷ വെച്ച് ഞാനങ്ങ് മറന്നു. എന്നെ തിരക്കി പിടിച്ച് എൻ്റെ വീട്ടിൽ, എൻ്റെ MLA ക്വാർട്ടേഴ്സിൽ വന്ന് ആ ഡ്രൈവർ എൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ, പുസ്തകം പേനയുണ്ടായിരുന്നു, പുസ്തകം പേനയെ ഏൽപ്പിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്ന ഏറ്റവും സന്തോഷകരമായ. ഞാൻ MLA ആണെന്ന് മിഷൻ അതിൻ്റെ ഉദ്ദേശിക്കുന്ന സക്സസിലേക്ക് എത്തില്ല എന്ന് ഒരു തിരിച്ചറിവിൽ നിന്നാണ് കേരളത്തിലുടനീളമുള്ള ഓട്ടോ സുഹൃത്തുക്കളെ കേരള പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട്, ആഭ്യന്തര വകുപ്പിൻ്റെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നിങ്ങളെ കൂടി ഒത്തുചേർത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അതിന്റെ തുടക്കം എന്ന രീതിയിൽ ഇന്ന് തിരുവനന്തപുരം സിറ്റിയിൽ ഈ ഒരു ചടങ്ങ്. ഓട്ടോ സഹോദരന്മാരെ, മീഡിയ റിപ്രസെന്റേറ്റീവ്സ്, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്ക്